അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമുക്ക് കുറച്ച് കായൽ മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് അത് കപ്പയായിട്ട് ഗ്രില്ല് ചെയ്ത് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ എല്ലാവരും വായോ, നമുക്ക് കപ്പയും കായൽ മീനും കൂടെ ചേർത്തൊരു പിടി പിടിക്കണ്ടേ. ഓക്കെ, നമുക്ക് വീട്ടിലോട്ട് പോകാം. വാവ്, എന്താ അടിപൊളി ക്ലൈമറ്റ് അല്ലേ. ഇത് നമ്മുടെ വലയിടാൻ പോകുന്ന മാമനാണ്. അവർക്ക് വലയിടാനുള്ള സമയമായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ വെള്ളം ഒഴുക്ക് കുറഞ്ഞ് വലിച്ചേക്കുന്ന സമയത്ത് വലയിടാൻ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ വലയിടാൻ പോകുന്ന വള്ളമാണ് ഈ കാണുന്നത്. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിന്ന് ഈ മീനാണ് ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. സജിത് ബ്രോ നന്നായിട്ട് അത് കഴുകി വൃത്തിയാക്കി നല്ല വരയൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. വരയിടുന്നതെന്ന് വെച്ചാൽ അറിയാമല്ലോ, നമ്മൾ ആ മസാലയൊക്കെ അതിൻ്റെ അകത്തോട്ട് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന പോലെ ചെറിയ മീനല്ല, നല്ല വലിപ്പമുള്ള മീനാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ ഗ്രില്ല് ചെയ്യുന്നത്. അതായത് ഇത് മുതലപ്പുഴയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് സ്ഥലമാണ്. നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നിട്ടാണ് ഗ്രില്ല് ചെയ്യുന്നത്. ഈ സീനിയറെ കാണുമ്പോഴത്തേക്ക് എല്ലാവരും മനസ്സിൽ പറ്റിയ ഡയലോഗ് ഓർമ്മ വരും, ആംബിയൻസിൻ്റെ. അത് തന്നെയാണ് കാര്യം. നമുക്ക് ഒരു ആംബിയൻസിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇരുന്ന് ഗ്രില്ല് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ മസാലയൊക്കെ ഇട്ട് കുട്ടപ്പനൊക്കെ ചേർന്ന് അവനെ ഇങ്ങോട്ട് എടുത്ത് കേട്ടോ. അവന് നമ്മൾ വാഴയിലയിൽ പൊതിഞ്ഞാണ് വയ്ക്കുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, ഒരു മണത്തിനും നല്ലൊരു ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ സജിത്ത് ബ്രോ അത് വെച്ചിട്ട് ക്ലിപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫൈനലി നമ്മുടെ ഗ്രിൽഡ് കായൽ മീൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കഴിക്കാൻ പോവുകയാണ്. എന്തായാലും നമ്മൾ കഴിക്കുന്നതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് തോന്നില്ലായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇതൊന്നും ഒരു പീസ് പോലും കിട്ടില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് 2-3 ഫോട്ടോ എടുത്തു. കഴിക്കാൻ പോകണം. ബായ്, അടുത്ത വീഡിയോ കാണാം. ഓക്കെ.